ഹായ് ഫ്രണ്ട്സ്, ഒരുപാട് പേരുടെ ഫേവറേറ്റ് കാർ ഡിസൈനാണ് സെഡാൻ. ഇന്ത്യയിൽ ഒരു കാർ വാങ്ങാൻ ആലോചിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ തിരയുന്ന വിഭാഗമാണ് കോമ്പാക്റ്റ് സെഡാൻ സെഗ്മെൻറ്റ്. ആ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന രണ്ട് കാറുകളാണ് മാരുതി സുസുക്കി ഡിസൈറും ഹോണ്ട അമേസും. പക്ഷേ ഇവയിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യം? മൈലേജ് പ്രധാനമാണോ, അല്ലെങ്കിൽ സുഖകരമായ യാത്രയും സ്മൂത്തായ ഡ്രൈവിങ്ങുമാണോ നിങ്ങൾക്ക് വേണ്ടത്? ഈ വീഡിയോയിൽ നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യമായി ഡിസൈൻ നോക്കാം. ഡിസൈർ ഒരു പ്രീമിയം ലുക്ക് നൽകുന്ന കാറാണ്. മുന്നിൽ ക്രോം എലമെൻറ്റ്സ് ഉള്ള ഗ്രിൽ, നീറ്റായ ഹെഡ്ലാമ്പ് ഡിസൈൻ എന്നിവ ഇതിന് ഒരു റിച്ച് ഫീൽ നൽകുന്നു. സൈഡ് ഭാഗം സിമ്പിൾ ആയിരുന്നാലും ഓവറാൾ ഡിസൈൻ വളരെ ബാലൻസ്ഡ് ആണ്. അമേസ് നോക്കുമ്പോൾ ഡിസൈൻ വളരെ സിമ്പിളാണ്, എന്നാൽ അതൊരു ഡൗൺ സൈഡ് അല്ല. ക്ലീനായ മെച്യൂർഡായ ഒരു ഡിസൈനാണ് ഹോണ്ട പിന്തുടരുന്നത്. അതുകൊണ്ട് ഡിസൈൻ കാര്യത്തിൽ പറഞ്ഞ പ്രീമിയം ലുക്ക് വേണ്ടവർക്ക് ഡിസൈർ, സിമ്പിൾ ആൻഡ് ക്ലീൻ ഡിസൈൻ ഇഷ്ടമുള്ളവർക്ക് അമേസ്. ഇനി എൻജിൻ പ്രകടനം നോക്കാം. രണ്ടു കാറുകളും പെട്രോൾ എൻജിനാണ് ഉപയോഗിക്കുന്നത്. ഡിസൈറിൽ ഫ്യൂൽ എഫിഷ്യൻസി ലക്ഷ്യമാക്കി നിർമ്മിച്ച എൻജിനാണ്. സിറ്റി ഡ്രൈവിങ്ങിൽ വളരെ സ്മൂത്തും ഈസിയുമായ ഒരു അനുഭവമാണ് ലഭിക്കുന്നത്. അമേസിൽ ഹോണ്ടയുടെ IV ടെക് എൻജിനാണ് ഉപയോഗിക്കുന്നത്. ഇത് സ്മൂത്ത്നെസ് കൊണ്ടാണ് പ്രശസ്തം. ഡ്രൈവ് ചെയ്യുമ്പോൾ എൻജിൻ നോയ്സ് കുറവാണ്. ആക്സിലറേഷൻ വളരെ റിഫൈൻഡ് ആണ്. അതുകൊണ്ട് സ്മൂത്ത് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് വേണ്ടവർക്ക് അമേസ് ആണ് ബെറ്റർ. ഈസി സിറ്റി യൂസേജ് ആൻഡ് എഫിഷ്യൻസി വേണ്ടവർക്ക് ഡിസൈർ തിരഞ്ഞെടുക്കാം. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൈലേജ് ആണ്. ഇവിടെ ഡിസൈർ വ്യക്തമായ ഒരു വിജയിയാണ്. മാരുതി സുസുക്കി കാറുകൾ മൈലേജിന് പേരുകേട്ടതാണ്. ഡിസൈർ അതിൻ്റെ മികച്ച ഉദാഹരണമാണ്. സിറ്റിയിലും ഹൈവേയിലും നല്ല മൈലേജ് നൽകുന്നു. അമേസ് മൈലേജ് മോശമല്ല, പക്ഷേ ഡിസൈറിനെ അപേക്ഷിച്ച് കുറവാണ്. ദിവസേന ഉപയോഗം കൂടുതലുള്ളവർക്ക് ഡിസൈർ ഏറ്റവും നല്ല തിരഞ്ഞെടുപ്പാണ്. ഇന്റീരിയർ നോക്കുമ്പോൾ അമേസ് കൂടുതൽ സ്പേഷ്യസ് ആണ്. റിയർ സീറ്റിൽ ഇരിക്കുന്നവർക്ക് കൂടുതൽ ലെഗ് റൂം, ഹെഡ് റൂം ലഭിക്കുന്നു. കുടുംബ ഉപയോഗത്തിനും ദീർഘയാത്രയ്ക്കും അമേസ് കൂടുതൽ സുഖകരമാണ്. ഡിസൈറിൽ ഇന്റീരിയർ ക്വാളിറ്റി നല്ലതാണ്, പക്ഷേ സ്പേസ് അമേസ് പോലെ ലഭിക്കില്ല. അതിനാൽ കുടുംബ സുഖകര യാത്രയ്ക്ക് അമേസ് ആണ് ബെറ്റർ. സാധാരണ ഉപയോഗത്തിന് ഡിസൈറും. ഫീച്ചേഴ്സ് നോക്കിയാൽ ഡിസൈർ കുറച്ച് മുന്നിലാണ്. ടച്ച് സ്ക്രീൻ, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് തുടങ്ങിയവ ലഭ്യമാണ്. അമേസിൽ ആവശ്യമായ അടിസ്ഥാന ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്, എന്നാൽ ഡിസൈർ പോലെ ഫീച്ചർ ലോഡഡ് അല്ല. ടെക്നോളജി പ്രാധാന്യമുള്ളവർക്ക് ഡിസൈർ നല്ലതാണ്. സുരക്ഷയുടെ കാര്യത്തിൽ രണ്ടും ബേസിക് സേഫ്റ്റി ഫീച്ചേഴ്സ് നൽകുന്നു. ഡുവൽ എയർ ബാഗ്, ABS, EBD തുടങ്ങിയവ രണ്ടിലും ലഭ്യമാണ്. എന്നാൽ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഹോണ്ട കാറുകൾക്ക് നല്ല പേരുണ്ട്. അതുകൊണ്ട് സേഫ്റ്റി ഫീൽ നോക്കിയാൽ അമേസ് കുറച്ച് മുന്നിലാണ്. വില നോക്കുമ്പോൾ ഡിസൈർ കുറച്ച് അഫോർഡബിൾ ആണ്. ബഡ്ജറ്റ് കുറവുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ബഡ്ജറ്റ് പ്രധാനമാണെങ്കിൽ ഡിസൈർ ആണ് ബെറ്റർ. നമുക്കൊരു പ്രീമിയം ഫീൽ വേണമെങ്കിൽ അമേസിലോട്ട് പോകാം. അമേസ് കുറച്ച് പ്രീമിയം പ്രൈസിംഗ് ആണ്, എന്നാൽ അതിനനുസരിച്ച് കംഫർട്ടും റിഫൈൻമെൻറ്റും ലഭിക്കുന്നു. പ്രീമിയം ഫീൽ വേണ്ടവർക്ക് അമേസ് ആണ് ബെറ്റർ. ദീർഘകാല ഉപയോഗം നോക്കുമ്പോൾ മാരുതി സുസുക്കിയുടെ സർവീസ് നെറ്റ്വർക്ക് വളരെ വലുതാണ്. മെയിൻ്റനൻസ് ചിലവ് കുറവാണ്. സ്പെയർ പാർട്സ് എളുപ്പത്തിൽ ലഭിക്കും. ഹോണ്ട കാർസ് റിലയബിൾ ആണ്, എന്നാൽ മെയിൻ്റനൻസ് കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. ടെൻഷൻ ഫ്രീ ഓണർഷിപ്പ് വേണ്ടവർക്ക് ഡിസൈർ ആയിരിക്കും ബെറ്റർ. അവസാനമായി പറഞ്ഞ മൈലേജ്, കുറഞ്ഞ ചിലവ്, എളുപ്പമുള്ള മെയിൻ്റനൻസ് എന്നിവ പ്രധാനമാണെങ്കിൽ ഡിസൈർ തിരഞ്ഞെടുക്കുക. സുഖകരമായ യാത്ര, കൂടുതൽ സ്പേസ്, സ്മൂത്ത് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്നിവ പ്രധാനമാണെങ്കിൽ അമേസ് തിരഞ്ഞെടുക്കുക. ഇരുവരും മികച്ച കാറുകളാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരം കൂടുതൽ കാർ കമ്പാരിസൺ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്